ക്യൂബ് ആൻഡ് ഡൈസിൻ്റെ കുറച്ച് പോർഷൻസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ നോക്കട്ടോ, ഈ ക്യൂബ് ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ പെയിൻറ്റഡ് ബ്ലാക്ക് ഓൺ ഓൾ ഓഫ് ഇറ്റ് സർഫസ്. വലിയൊരു ക്യൂബ് ഉണ്ട്, അതെന്ത് ചെയ്തു, എൻ്റെ എല്ലാ ഭാഗവും പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ദെൻ ഡിവൈഡ് ഇൻ ടു വേരിയസ് സ്മാളർ ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. അതായത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്തു, 1 സെൻറ്റിമീറ്ററുള്ള ക്യൂബുകളാക്കിയിട്ട് അതിനെ കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കേട്ടോ, ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ് കാണാൻ വലിയ ക്യൂബിൻ്റെ സൈസ് ഡിവൈഡ് ബൈ സ്മോളർ ക്യൂബിൻ്റെ സൈസിൽ 64 ക്യൂബ് കിട്ടും. ഓക്കെ, നോക്ക് n എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഡ് ഓഫ് ബിഗ്ഗർ ക്യൂബ് ഡിവൈഡ് ബൈ സൈഡ് ഓഫ് സ്മോളർ ക്യൂബ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ വലിയ ക്യൂബിൻ്റെ സൈഡ് ഹരിക്കണം ചെറിയ ക്യൂബിൻ്റെ സൈഡ്. അപ്പോൾ 4 ഹരിക്കണം 1 എത്ര കിട്ടുക, 4 കിട്ടുക. അപ്പോൾ n എന്ത് കിട്ടി, 4 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കട്ടോ, നമ്പർ ഓഫ് ക്യൂബ്സ് വിത്ത് 3 സർഫസ് പെയിൻറ്റഡ്. ഓക്കെ, അപ്പം 3 ഭാഗം പെയിൻറ്റ് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ എപ്പോഴും എത്ര കിട്ടില്ല, 8. അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. എല്ലാ ഭാഗവും പെയിൻറ്റ് അടിച്ചിട്ട് അതിന് പിന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ, സ്മാളർ ക്യൂബായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടുക, 8 കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് സ്മാളർ ക്യൂബ് വിത്ത് 2 സർഫസ് പെയിൻറ്റഡ്. 2 ഭാഗം പെയിൻറ്റ് അടിച്ചത് കിട്ടണമെങ്കിൽ നമ്മൾ കാണേണ്ട ഇക്വേഷനാണ് n-2 × 12. ഇവിടെ n എന്താ കിട്ടിയത്, 4 ആണ്. 4 - 2 × 12, അതായത് 4 - 2 × 12, 2 × 12 24. അടുത്തത് നമ്പർ ഓഫ് സ്മാളർ ക്യൂബ് വിത്ത് 1 സർഫസ് പെയിൻറ്റഡ്. ഒരു ഭാഗം മാത്രം പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കാണുക, n-2² × 6. n എന്ന് പറഞ്ഞാൽ 4, 4 - 2 2, 2² × 6, 4 × 6 24 കിട്ടും. നമ്പർ ഓഫ് സ്മോളർ ക്യൂബ് വിത്ത് നോ സർഫസ് പെയിൻറ്റഡ്. ഒരു സർഫസും പെയിൻ്റ് ഇല്ലാതെ കാണാനുള്ള ഇക്വേഷനാണ് n-2 ക്യൂബ്. n എന്താണ്, 4, 4 - 2 ക്യൂബ്, 2 ക്യൂബ് എന്ത് കിട്ടും, 8 കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്മോളർ ക്യൂബ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, n ക്യൂബ് കണ്ടാൽ മതി. ടോട്ടൽ എത്ര ക്യൂബ് ഉണ്ട് കാണാൻ എത്ര കണ്ടാൽ മതി, n ക്യൂബ് കണ്ടാൽ മതി. n ക്യൂബ് എത്ര കിട്ടുക, 4ൻ്റെ ക്യൂബ് 64. ഓക്കെ, n ക്യൂബ് ആട്ടോ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ് കാണാൻ. ഇങ്ങനെ കട്ട് ചെയ്താൽ എത്ര എണ്ണം കിട്ടും എന്നറിയാൻ n ക്യൂബാണ്. ഇനി അടുത്ത പോർഷനാണ് പിന്നെ വെൻ ലാർജർ ക്യൂബ് ഈസ് പെയിൻറ്റഡ് വിത്ത് മോർ ദാൻ 1 കളർ. അതായത് ഒന്നിൽ കൂടുതൽ കളർ കൊണ്ട് പെയിൻറ്റ് അടിച്ചാൽ എങ്ങനെയാവും കിട്ടുക എന്നുള്ളത്. അതിനിപ്പോൾ കിട്ടുന്ന ഇതാണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, 2 adjacent faces of a solid cube are painted in red. Opposite of these adjacent faces are painted in black, while remaining faces are painted in green, and then it is painted cube is cut into 64 smaller cube. Solve the following questions based on this information. Okay, അപ്പോൾ വലിയൊരു ക്യൂബ് ഉണ്ട്, അതിൽ എത്രണ്ണായി കട്ട് ചെയ്തു, 64 ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചിട്ടുള്ളത്, സ്മോളർ ക്യൂബിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n ക്യൂബാണ് അല്ലേ. അപ്പോൾ n കാണാൻ എന്താ മതി, ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. സ്മോളർ ക്യൂബിൻ്റെ എണ്ണം എത്രയാണ്, സ്മോളർ ക്യൂബിൻ്റെ എണ്ണം 64ആണ്. അപ്പോൾ n കാണാൻ എന്ത് ചെയ്താൽ മതി, ക്യൂബ് n ക്യൂബാണ് 64 കിട്ടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്മോളർ ക്യൂബ് 64 ആണ്. n കാണാൻ ക്യൂബ് റൂട്ട് ഓഫ് 64, അതായത് 64 ക്യൂബ് റൂട്ട് ഉണ്ട് എന്താ കിട്ടുക, 4. അപ്പം n എന്താണ്, 4 കിട്ടും. n 4 കിട്ടും. ഓക്കെ, ഇനി ബാക്കി ചെയ്യാൻ അറിയാം. ബാക്കി ഇക്വേഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നോക്ക്, n 4 കിട്ടി. നമ്പർ ഓഫ് സ്മോളർ ക്യൂബ് ഹാവിങ് നോ ഫേസസ് പെയിൻറ്റഡ്. അതിൻ്റെ ഇക്വേഷനാണ് എല്ലാ ഭാഗത്തും പല ടൈപ്പ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തും പെയിൻ്റ് ഇല്ലാത്ത ക്യൂബ് കിട്ടാനുള്ള ഇക്വേഷൻ n-2 ക്യൂബ്. n 4 ആണല്ലേ, 4 - 2 ക്യൂബ് 8 കിട്ടും. നമ്പർ ഓഫ് സ്മോളർ ക്യൂബ് ഹാവിങ് 1 സർഫസ് പെയിൻറ്റ്. ഒരു ഭാഗം മാത്രം പെയിൻ്റ് അടിച്ച് കിട്ടാനുള്ള ഇക്വേഷനാണ് 6 × n-2². n നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. അപ്പോൾ 6 × 4 - 2² 24. നമ്പർ ഓഫ് സ്മോളർ ക്യൂബ് ഹാവിങ് 2 സർഫസ് പെയിൻറ്റ്. 2 ഭാഗം പെയിൻ്റ് അടിച്ചത് കാണാനുള്ള ഇക്വേഷനാണ് 12 × n-2, അതായത് 12 × 4 - 2 എത്ര കിട്ടും, 24. ഓക്കെ, ഇനി ഇത് കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ആസ് 3 സർഫസ് പെയിൻറ്റഡ് ക്യൂബ് ആർ ഓൾവേസ്, എപ്പോഴും 3 ഭാഗം പെയിൻ്റ് എടുത്ത് എപ്പോഴും എത്ര കിട്ടുക, 8 കിട്ടുക. ആസ് ദർ ആർ നോ സച്ച്. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യൂബ്സ് ഹാവ് റെഡ് കളർ ഓൺ 1 ഫേസ് ആൻഡ് ബ്ലാക്ക് കളർ ഓൺ ദ ഓപ്പോസിറ്റ് ഫേസ്. അങ്ങനത്തെ ഒരു ക്യൂബ് കിട്ടില്ല. ഓക്കെ, ഓക്കെ, അടുത്ത പഠിക്കാൻ പോണതാണ് ഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഡൈസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ചെയ്യാം കേട്ടോ.
ടൈപ്പ് ഓഫ് ഡൈസ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഡൈസ് എന്താണ്? വെൻ ദ സം ഓഫ് ഡിജിറ്റ് ഓഫ് ഡോട്ട്സ് ഓൺ ഓപ്പോസിറ്റ് ഫേസസ് ഈസ് ഈക്വൽ ടു 7. അതായത് സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 7 കിട്ടും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 1 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരിക? ഇവിടെ എന്താ വരേണ്ടത്? 6 ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ 2 വന്നു എന്ന് വിചാരിക്കുക. 2 വന്നെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 2ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 7 കിട്ടുക? 5. ഇവിടെ എന്ത് വരും? 5 വരും. ഓക്കെ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? 4 വരും. മനസ്സിലായോ? അതായത് ഓപ്പോസിറ്റ് ഫേസ് ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 7 കിട്ടണം. അതാണ് സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയുന്നത്. നോക്ക്, സം ഓഫ് ദ ഓപ്പോസിറ്റ് ഫേസ് എന്താ കിട്ടുക? 1+, ഒന്നില്ലെങ്കിൽ 1ഉം 6ഉം, അല്ലെങ്കിൽ 4ഉം 3ഉം, അല്ലെങ്കിൽ 2ഉം 5ഉം, 5ഉം 2ഉം, 3ഉം 4ഉം 6ഉം 7ഉം ആവും. ഓക്കെ, സം ഓഫ് ദ അഡ്ജസൻറ്റ് ഫേസസ്. അപ്പോൾ അഡ്ജസൻറ്റ് ഫേസ് എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കട്ടോ, അഡ്ജസൻറ്റ് ഫേസ് എന്തായിരിക്കും? അഡ്ജസൻറ്റ് ഫേസ് തമ്മിൽ ആഡ് ചെയ്ത് ഒരിക്കലും എന്ത് കിട്ടില്ല? 7 കിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്ക്, സ്റ്റാൻഡേർഡ് ഡൈസ് ആണെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് വരില്ല? ഈ ഒരു ഭാഗത്ത് 6 വരില്ല, ഇവിടെ 6 വരില്ല, എവിടെയും 6 വരില്ല, എവിടെയും 6 വരില്ലല്ലോ. ബാക്കിയുള്ള നമ്പേഴ്സേ വരുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡൈസ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡൈസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്? ഓക്കെ, ഇഫ് വി സി എ ഡൈസ് ഫ്രം എനി ആംഗിൾ. നോക്ക്, നമ്മൾ ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ കാണുമ്പോൾ വി ക്യാൻ സി എ മാക്സിമം ഓഫ് ഓൺലി 3 ഫേസസ്. 3 ഫേസേ കാണാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഫ്രണ്ട് ഫേസ്, ടോപ്പ് ഫേസ് ആൻഡ് ഒന്നല്ലെങ്കിൽ ഇതപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഫേസ് അല്ലെങ്കിൽ ടോപ്പ് ഫേസ് കാണാൻ പറ്റും. From the digit or dot that can be seen on the dice, we make pair of 2 digits dot and add the digits each pair. The sum of any adjacent face of dice is not equal to 7. This is called standard dice. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഡൈസ് കിട്ടിയാൽ, ഇതിന് 3 സൈഡേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ആംഗിൾ നോക്കിയാൽ 3 സൈഡേ കാണാൻ പറ്റുള്ളൂ. ഈ താഴത്തെയും 2 സൈഡും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഡൈസ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ അഡ്ജസൻറ്റ് ഫേസ് തമ്മിലുള്ളത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നോക്ക്, ഇവിടെ ഈ ഒരു ഫിഗർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 1 ആണ് വരിക, ഇവിടെ എന്താ വരിക? 2 വരും, ഇവിടെയോ 3 വരും. അപ്പോൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. 1 + 2, 1ഉം 2ഉം കൂട്ടി എത്ര കിട്ടുന്നത്? 3 കിട്ടും. 1ഉം 4ഉം കൂട്ടി 1ഉം 3ഉം കൂട്ടി എത്ര? 4 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. 2ഉം 3ഉം കൂട്ടിയാൽ 5 കിട്ടും. അപ്പോൾ എന്താണ്? ഇതെന്താണ്? If sum of the digit dot of the adjacent face dice is not equal to 7, that type of dice is called general dice. In other words, dice which is vice versa to standard dice is called general dice. Okay, അപ്പോൾ നോക്ക്, എന്ത് ചെയ്യണം? ഇത് അഡ്ജസൻറ്റ് സൈഡ് 7 അല്ലെങ്കിൽ അതെന്താണ്? സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. നോക്ക്, എടുത്തുള്ള ആൾക്കാരും കൂടെ ഇപ്പോൾ 7 കിട്ടുന്നില്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് കൂട്ടിയാലേ സ്റ്റാൻഡേർഡ് കിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് കൂട്ടുമ്പോൾ 7 കിട്ടിയാൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തുള്ള സൈഡുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 7 കിട്ടിയാൽ അതെന്തല്ല? സ്റ്റാൻഡേർഡ് അല്ല. സ്റ്റാൻഡേർഡ് അല്ലാത്തതിനെ പറയുന്നതാണ് എന്ത്? ജനറൽ ഡൈസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് അല്ലാത്ത ഡൈസിനെ പറയുന്നതാണ് ജനറൽ ഡൈസ്. ഓക്കെ, ഇനി അപ്പോൾ നോക്കി, ഇതാണ് ഫേസ്. അതിൻ്റെ ഓപ്പോസിറ്റ് 6 ആവില്ലേ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ? അപ്പോൾ അതിന് അഡ്ജസൻറ്റ് സൈഡ് ഏതൊക്കെയാണ് വരിക? 2, 3, 4, 5 ഒന്നുമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലാത്ത സൈഡൊക്കെ എന്ത് വരും? അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരും. ഒന്നുകൂടെ, ഇപ്പം ഇവിടെ 1ഉം ഇപ്പുറത്ത് 6ഉം ആണ് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള സൈഡ് ഇവിടെ 1 ആണ്, മഞ്ഞുള്ള 1 ആണ്, ഇവിടെ 6 ആണ് കേട്ടോ, വൈറ്റ് 6 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നില്ല. 6 ആണ്, 1ഉം 6ഉം ആണ്. ഇത് 1ഉം 6ഉം ആണ്. ബാക്കി ഏതൊക്കെ വരിക? 2, 3, 4, 5 അല്ലേ? ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ 1ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇത് വരും, ഇത് വരും, ഇത് വരും, ഇത് വരും. ഇതൊക്കെ എന്താ വരിക? 2, 3, 4, 5 വരും. 6 ഓപ്പോസിറ്റ് അല്ല, അഡ്ജസൻ്റ് അല്ലല്ലോ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്നുമില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലാത്തതൊക്കെ എന്താണ്? അഡ്ജസൻ്റ് ആണ്. ഇനി ജനറൽ ഡൈസ്. വെൻ ദ സം ഓഫ് ഡിജിറ്റ് ഡോട്ട് ഓൺ ദ ഓപ്പോസിറ്റ് ഫേസ് ഇസ് നോട്ട് ഈക്വൽ 7. നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ് 7 അല്ലെങ്കിൽ എന്താണത്? ജനറൽ ഡൈസ് ആണ്, സാധാ ഒരു ഡൈ ആണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദ ഓപ്പോസിറ്റ് ഫേസസ് എന്തൊക്കെയാണ് വരിക? എന്തൊക്കെ വരിക? 1+ അല്ലേ? 1ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? 3 ആണ് വരുന്നത്. ഇവിടെ 1 ആണ്, 1ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. ഇവിടെ 1 ആണെങ്കിൽ ഓപ്പോസിറ്റ്, അപ്പോൾ 4 കിട്ടും. പിന്നെ 4ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 4 ആണ് വരുന്നത്. 4ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നത് 5 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 9 കിട്ടും. പിന്നെ മുകളിൽ വരുന്നത് 2 ആണ്.
താഴെ വരുന്നത് 6 ആണ്. 2 + 6 എന്ത് കിട്ടും? 8 കിട്ടും. പിന്നെ ഇവിടെ വരുന്നത് 5 ആണ്, ഓപ്പോസിറ്റ് 4 ആണ്, 9 കിട്ടും. 3 + 1 4, 6 + 2 8. ഓക്കെ, ഒന്നുമില്ല, ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ എന്താ കിട്ടുക? ഒരിക്കലും 7 കിട്ടില്ല. 7 ആണെങ്കിൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി അതിന് അഡ്ജസൻറ്റ് ഫേസുകളോ? അഡ്ജസൻറ്റ് ഫേസ് തമ്മിൽ 7 വരും അല്ലേ? കാരണം ജനറൽ ആണെങ്കിൽ അഡ്ജസൻറ്റ് ഫേസ് തമ്മിൽ കൂട്ടി എന്ത് കിട്ടും? 7 കിട്ടും. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടിയാൽ എന്ത് കിട്ടുള്ളൂ? 7 കിട്ടുള്ളൂ. ജനറൽ ആണെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ കൂട്ടിയാൽ തന്നെ എന്ത് കിട്ടും? 7 കിട്ടും. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്ക്, ഫേസ്, സർഫസ്, ഓപ്പോസിറ്റ്. നോക്ക്, ഇത് ജനറൽ ആട്ടോ. 1ന്റെ ഓപ്പോസിറ്റ് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 6 വരാൻ പാടില്ല. വരുമോ? 1ന്റെ ഓപ്പോസിറ്റ് 6 വരുമോ? വന്നാൽ അതെന്തായി? സ്റ്റാൻഡേർഡ് ആയില്ലേ? സ്റ്റാൻഡേർഡ് ആവാൻ പാടില്ല. അപ്പോൾ ഓപ്പോസിറ്റ് ഒന്നില്ലെങ്കിൽ എന്ത് വരും? 2 3 4 5 വരും. ഓക്കെ, അഡ്ജസൻറ്റ് ഫേസ് എന്ത് വരാം? അഡ്ജസൻ്റ് ആയിട്ട് എന്ത് വരാം? അഡ്ജസൻ്റ് ആയിട്ട് ഒന്നില്ലെങ്കിൽ 6 വരാം അല്ലേ? അഡ്ജസൻ്റ് ആയിട്ട് 6 വന്നൂടെ? കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഏതൊക്കെ വരാം? അഡ്ജസൻ്റ് ആയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ വരാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി മെത്തേഡ് ടു ഫൈൻഡ് ഡിജിറ്റ്, ഡോട്ട്, വേർഡ്സ്, ലെറ്റേഴ്സ്, ഫിഗേഴ്സ്, സിമ്പിൾസ് അറ്റ് ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ ഡൈ. അതായത് ഒരു ഡൈൻ്റെ ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. വെൻ എ സിംഗിൾ പൊസിഷൻ ഓഫ് ഡൈ ഈസ് ഗിവൺ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് വിൽ ബി ദ ഡിജിറ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ പെർട്ടിക്കുലർ ഫേസ് ഹാവിംഗ് ഡിജിറ്റ് 4 ഇൻ ദ ഡൈസ് ഗിവൺ ബിലോ. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ഡൈസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഡൈസ് ആണ് തന്നിട്ടുള്ളത്. മുകളിൽ 1 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ്? 5 ആണ്. ഓക്കെ, ഇങ്ങനെ തന്നിട്ട് 1 4 5 1 4 5 ആണ് തന്നിട്ടുള്ളത്. അപ്പം നോക്ക്, ഈ 4ന്റെ ഓപ്പോസിറ്റ് എന്താ കിട്ടുന്നതെന്നാണ് നോക്കണത്. 4ന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, 4ന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നോക്ക്, നമ്മളിത് സ്റ്റാൻഡേർഡ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? അടുത്തുള്ള ആൾക്കാരെ കൂട്ടി നോക്കുക അല്ലേ? 1ഉം 4ഉം കൂട്ടിയാൽ 5 കിട്ടും. 1ഉം 5ഉം കൂട്ടിയാൽ 6 കിട്ടും. 4ഉം 5ഉം കൂട്ടിയാൽ 9 കിട്ടും. അപ്പോൾ അതെന്തല്ല? ജനറൽ ഡൈസ് അല്ല, സ്റ്റാൻഡേർഡ് ആണ്. കാരണം എന്താണ്? അടുത്തുള്ള ആൾക്കാരെ അങ്ങനെ കാണുന്നവരൊക്കെ തമ്മിൽ അടുത്തുള്ള ആൾക്കാരെ പിടിച്ച് കൂട്ടിയാൽ 7 കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ജനറൽ ആണ്. 7 എപ്പോഴാണ് കിട്ടുക? ഓപ്പോസിറ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതെന്തല്ല? അടുത്തുള്ളവരെ കൂട്ടുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? 7 കിട്ടുന്നില്ല. അപ്പോൾ അതെന്ത് ഡൈസ് ആണ്? സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 4ന്റെ ഓപ്പോസിറ്റ് എന്താ കിട്ടുക? 7 കിട്ടണമെങ്കിൽ 3. കണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ അത് ജനറൽ ഡൈസ് ആണെങ്കിലോ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഇതെന്താണ്? ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ, വാട്ട് ഡിജിറ്റ് വിൽ ബി ടേക്ക് പ്ലേസ് ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഹാവിംഗ് ഡിജിറ്റ് 2. 2ന്റെ ഓപ്പോസിറ്റ് എന്താ വരണമെന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ മുകളിൽ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 5. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ്. ആദ്യം നമ്മൾ എന്ത് നോക്കണം? സ്റ്റാൻഡേർഡ് ആണോ നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾ കൂട്ടി നോക്കി. 2ഉം 3ഉം കൂട്ടിയാൽ 5, കുഴപ്പമില്ല. 2ഉം 5ഉം കൂട്ടി 7, പറ്റൂല അല്ലേ? അപ്പോൾ അതെന്താണ്? ഇത് ജനറൽ ഡൈസ് ആണ്, സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, സാധാരണ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ അവിടെ ഏതൊക്കെ നമ്പേഴ്സായി? 2 ആയി, 3 ആയി, 5 ആയി അല്ലേ? ആരെ ഓപ്പോസിറ്റാണ് ചോദിക്കുന്നത്? വാട്ട് ഡിജിറ്റ് ഫേസ് ടു ദ ഡിജിറ്റ് 2. 2ന്റെ ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ? 2ന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? ഇവിടെ ഇല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 4 6. ആര് വന്നു ഇവിടെ ഓപ്പോസിറ്റായിട്ട്? 2ന്റെ ഓപ്പോസിറ്റ് 1 വരാം, 4 വരാം, 6 വരാം. 1 വരാം, 4 വരാം, 6 വരാം. ഓക്കെ, 5 വരാൻ പറ്റുമോ? പറ്റൂല. 5 ഓൾറെഡി ഇവിടെ അടുത്തുണ്ട്. ഇനിയിപ്പോൾ 5 ഇവിടെ അല്ലാന്ന് വിചാരിക്കാം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്ജസൻ്റ് ആയിട്ട് വരാൻ പറ്റും, ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ 2 പൊസിഷൻ ഓഫ് എ സിംഗിൾ ഡൈസ് ആർ ഗിവൺ. അതായത് 2 പൊസിഷൻ തന്നിട്ടുണ്ട്. ഒരു ഡൈൻ്റെ 2 പൊസിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പൊസിഷൻ 4 5 6. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഡിജിറ്റ് ആർ ഡിഫറെൻറ്റ് ഇൻ ബോത്ത് പൊസിഷൻ ആസ് ഫോളോസ്. അതായത് ഇവിടെ 1 നമുക്ക് 2 തരത്തിലാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഇങ്ങനെയുള്ള ഫിഗറും തന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഫിഗറും തന്നിട്ടുണ്ട്. മനസ്സിലായോ? തിരിച്ചുള്ള ഫിഗറാവും തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് 2 ടൈപ്പിൽ തന്നിട്ടുണ്ട്, 2 ആംഗിളിൽ നിന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്ക്, ഇൻ ദ 2 പൊസിഷൻ ഓഫ് എ ഗിവൺ ഡൈസ് ആസ് ഫോളോസ്, വാട്ട് ഡിജിറ്റ് കം അറ്റ് ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഹാവിംഗ് ഡിജിറ്റ് 2.
2ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഡൈസ് ആണോ നോക്കി നോക്കാം. ഇത് സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് അല്ല അല്ലേ. ഇത് സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് അല്ല. ഇത് സ്റ്റാൻഡേർഡ് ആണോ? ഇതെങ്ങനെ അറിയോ? ഈ രണ്ട് പൊസിഷനെ ഒരു സാധനം തന്നെയാണ്, അതിൻ്റെ രണ്ട് ആംഗിളിൽ നിന്നാണ് ഫോട്ടോ തന്നിട്ടുള്ളത് കേട്ടോ. ഒന്നിങ്ങനെ തരികയാണെങ്കിൽ, ഒന്നിപ്പോൾ ഇങ്ങനെ തരികയാണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യും, തിരിച്ചിങ്ങനെ തരും, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചോദിക്കുന്നത്? 2ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ആണോ നോക്കാം ആദ്യം. സ്റ്റാൻഡേർഡ് ആണോ? 1 5 കൂട്ടി 6 കിട്ടുക, 4 കിട്ടുക, ഇവിടെ 8 കിട്ടുക. അപ്പോൾ സ്റ്റാൻഡേർഡ് അല്ല. ഇവിടെ 4 കൊണ്ട് കൂട്ടി 6 ഇവിടെ 8 സ്റ്റാൻഡേർഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ 2ൻ്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ വരാം? 2ൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും 4ഉം 6ഉം വരില്ല, കാരണം ഇത് അഡ്ജസൻറ്റ് സൈഡ് ആണല്ലേ. 4ഉം 6ഉം അഡ്ജസൻറ്റ് ആയിട്ട്, അപ്പോൾ 4ഉം 6ഉം വരില്ല. ഇതിൽ 3ൽ ആര് വേണമെങ്കിൽ വന്നൂടെ? 1 വരാം, 3 വരാം, 5 വരാം. ഓക്കെ, കണ്ടോ? 1 3 ആൻഡ് 5 ക്യാൻ ബി ഓപ്പോസിറ്റ് ടു ഡിജിറ്റ് 2. ഓക്കെ, ഇനി when one digit is common in both the position and the common digit is at the same as face as follow. അതായത് ഒരു ഡിജിറ്റ്, ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ പറയാൻ നല്ലത്. വാട്ട് ഡിജിറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ഫേസ് ഹാവിങ് ഡിജിറ്റ് 1 in the two position of a single dice are given. ഓക്കെ, അപ്പോൾ നോക്ക്, ഒരു ഡൈസിൻ്റെ 2 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നോക്ക്, ഇവിടെ 2 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആട്ടോ. 2 ആവുമ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 1 ആണ്. 2 ആകുമ്പോൾ 6 1. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തോട്ടു? തിരിച്ച്, അതായത് ഇപ്പം ഇങ്ങനെ തരികയാണ്, ഇങ്ങനെ തരും, വേറൊരു ആംഗിളിൽ നിന്നാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ആദ്യം ഇപ്പോൾ 2 ഇങ്ങനെ വെച്ചു, ആദ്യം ഒരു മിനിറ്റ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ നോക്ക്, ഇവിടെ 2 ആണ്. ഇപ്പോൾ എവിടെയാണ്? ഓറഞ്ച് കളർ 2 കിടക്കണം കേട്ടോ. 2 1 3 2 1 3. ഓക്കെ, ഇത് 2 ആണ്. ഇനി എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു. ഓക്കെ, വേറൊരു പൊസിഷനിൽ വെക്കുമ്പോൾ 2 1 3 വേറെ പൊസിഷനിൽ വെക്കുക കേട്ടോ, അതായത് വേറെ അതിൽ വെക്കുകയാണ്. അപ്പോൾ നോക്ക്, സെയിം പൊസിഷൻ തന്നെയാണ് ആദ്യം ഇവിടെ കാണിക്കുന്നത്. 2ഉം 2 ആണ് അല്ലേ. ബാക്കിയുള്ളതേ മാറിയിട്ടുള്ളൂ. ബാക്കിയുള്ള 6ഉം 1ഉം 5ഉം 3ഉം മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യന്? വാട്ട് ഡിജിറ്റ് വിൽ ബി ദ ഫേസ് ഓപ്പോസിറ്റ് ഫേസ് ഹാവിങ് ഡിജിറ്റ് 1. ഈ 1ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വരിക നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിട്ടോ, ഇത് സ്റ്റാൻഡേർഡ് ഐസ് ആണോ? അല്ല. സ്റ്റാൻഡേർഡ് ഐസ് ആണോ? അല്ല. കാരണം എന്താ? 6ഉം 1ഉം എന്ത് കിട്ടും? 6ഉം 1ഉം 7 കിട്ടും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് അല്ല. 5ഉം 2 ഇവിടെ 7 ആണ്. അപ്പോൾ ഇതൊന്നും സ്റ്റാൻഡേർഡ് ഐസ് അല്ല. അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? 6ഉം 1ഉം വരില്ല, 5ഉം 3ഉം വരില്ല, വരും, ഓപ്പോസിറ്റ് വരില്ല. ബാക്കി ആരാ ഉള്ളത്? നോക്ക്, 2ൻ്റെ അഡ്ജസൻറ്റ് ഇവിടെ 6ഉം 1ഉം ആണ്, ഇവിടെ 5ഉം 3ഉം ആണ്. അപ്പോൾ ആരാ ഇനി ബാക്കിയുള്ളത്? 1 മാത്രമാണല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? സോറി, 1ൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. 1ൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നോക്ക്, ഇവിടെ ഇങ്ങനെയാട്ടോ, ജസ്റ്റ് മാറിപ്പോയി. ഇവിടെ നോക്ക്, 2ഉം 2 ആണല്ലേ, ഒരേ സ്ഥലത്താണ് നമുക്ക് ഫിഗർ തന്നിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ചോദിക്കുന്നത്. 1ൻ്റെ ഓപ്പോസിറ്റ് നേരെ ഈ ഫിഗറിൽ സെയിം ആയിട്ടുള്ള ഭാഗത്ത് 1ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? 3 വരിക. 5ൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എന്താ വരിക? 6 വരിക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി when the common digit is on different face as follows. അതായത് ക്വസ്റ്റ്യൻ ആണ്. In the following question, 2 position of a single dice are given. Find the face which is opposite to the face having 6. 6ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്ക്, 3 കാണിക്കുന്നുണ്ട്, പക്ഷേ ഏതാണ്? വേറെ പൊസിഷനിലാണല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെയും 2 ഇവിടെ തന്നെയാണ്, കറക്റ്റ് പൊസിഷനിലാണ് നമുക്ക് എന്ത് കൊടുത്തിരുന്നത്? സെയിം ഫിഗർ കൊടുത്തിരുന്നത്. ഇവിടെ എന്ത് നോക്ക്, ഇവിടെയും 2 ആ കൊടുത്തിരുന്നത്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെയാണ് 3, ഇവിടെയാണ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കട്ടോ.
അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ 6, 3, 4, 5, 1, 3. അതായത് ഒരു കോമൺ ഫേസ് ആരാണ്? 3 ആണ്. കോമൺ ഫേസ് ആരാണ്? 3 ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഡൈസ് ഇല്ലേ, അതിനെ ക്ലോക്ക് വേസിൽ നമ്മളൊന്ന് കറക്കുക. ക്ലോക്ക് വേസിൽ കറക്കുക പറഞ്ഞാൽ ഈ 3 ഇങ്ങോട്ട് വരും, ഈ 3 ഇങ്ങോട്ട് വരും. ഓക്കെ, 1 എന്ത് വരും? മുകളിലേക്ക് വരും. 5 ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഓക്കെ, മനസ്സിലായി? 1, 5, 3 ഇങ്ങനെ കിട്ടി. ഇനി നോക്ക്, കോമൺ ഫേസ് ഏതൊക്കെയാണ്? കോമൺ 3 ആണ്. 3, 3 ഇട്ടു. ഓക്കെ, 3, 3 ഇട്ടു. കോമൺ 3 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ 6 ആണില്ലേ, ഇവിടെ 6 ആണ്. അപ്പോൾ 6 എന്നുള്ള ഫേസ് എഴുതി, പിന്നെ 4 എന്നുള്ള ഫേസ് എഴുതി. ഇനി ഈ ചിത്രം നോക്കട്ടെ, നമ്മൾ കറക്കിയതിന് ശേഷം ഇവിടെ 6 ആണില്ലേ, കറക്കിയതിന് ശേഷം അതായത് ക്ലോ ഫേസിൽ തിരിച്ചെഴുതിയപ്പോൾ ആരാ കിട്ടിയത്? ഇവിടെ 1 ആണില്ലേ, അപ്പോൾ 1. ഇവിടെ നോക്ക്, 4 ആണ്. 4ൻ്റെ ഇവിടെ എന്താ കിട്ടിയത്? 5. ഓക്കെ, ഇത് കോമൺ ആണ്. ഇവർ രണ്ടാളും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടാളും കോമൺ ആണ്. ഇവർ രണ്ടാളും ഓപ്പോസിറ്റ്, ഇതും ഓപ്പോസിറ്റ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹാവിങ് 6ൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ആരാ കിട്ടുക 6ൻ്റെ ഓപ്പോസിറ്റ്? 6ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 1 ആണ് കിട്ടുക. ഓക്കെ, 6ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ് കിട്ടുക. ഇനി ഇതൊക്കെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര കേട്ടോ ഇതിലുള്ളത്. ഇനി ബാക്കിയുള്ളതൊന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ക്യൂബ് ആൻഡ് ഡൈസിൻ്റെ ബേസിക്സേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുണ്ട്. അത് സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.